भाई ये दे दो, हाफ के जी है। The neon signs light up the night. Electric hearts in a city so bright. We're chasing dreams through pixel streams, dancing shadows under glowing beams. Let the rhythm take control. Feel the beat, ignite your soul. Colors flash, they paint the air. Hold the moment, nothing compares. Skyscrapers hum a steady tune. ഹലോ സുഹൃത്തുക്കളെ, പുതിയൊരു വ്ളോഗിലേക്ക് ഏവർക്കും സ്വാഗതം. Stars collide. ഹലോ സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്നത് ഞണ്ടാണ്, അറേബ്യൻ ഞണ്ട്. ഇതിൻ്റെ പേരെനിക്ക് ഓർമ്മയില്ല കേട്ടോ, ബില്ലിന് നോക്കിയാൽ അറിയാൻ പറ്റും. എന്തായാലും നമ്മുടെ നാട്ടിലെ ഞണ്ട്. അപ്പോൾ വൈഫിൻ്റെ നിർബന്ധപ്രകാരം ഒലിവ് ഓയിൽ ഇറക്കി കഴിഞ്ഞു. അപ്പോൾ ഇന്ന് നമ്മൾ ആരംഭിക്കാൻ പോകുന്നത് ഒലിവ് ഓയിലാണ് ഞണ്ട് കറി റെഡിയാക്കാൻ പോകുന്നത്. ഓക്കെ, ഇത് ഹെൽത്തിനൊക്കെ വളരെയധികം ഗുണകരമായിട്ടുള്ള ഒന്നാണ് ഒലിവ് ഓയിൽ. വിലയൊക്കെ ഏകദേശം കണക്കാണ്, പക്ഷെ അല്പം കൂടുതലാണ്. ഓക്കെ, അപ്പോൾ ഒലിവ് ഓയിൽ ഒന്ന് ചൂടായി കഴിയുമ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് ആ എണ്ണയിലേക്ക് ആദ്യം വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. സവാളയും ഉപ്പും കൂടി എന്ത് ചെയ്യാം, ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പോഴേ അപ്പോൾ ഒന്ന് തക്കന വരണ്ട് കിട്ടും. ഇതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, സവാള കുറച്ചുകൂടെ മൂക്കാണ്ട്, എന്നാലും തക്കാളിയും കൂടെ കിടക്കട്ടെ, തക്കാളി മുളകും കൂടെ കിടക്കട്ടെ. വെള്ളവും കൂടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. കാര്യം ധാരാളം ഇതിന് എന്ത് ചെയ്യണം, കുറച്ചധികം വെള്ളവും കൂടെ വേണം. കാര്യം ഞണ്ടൊക്കെ ഒന്ന് വെന്ത് വരട്ടെ, അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, കുറച്ച് വെള്ളം ചൂടാക്കാൻ വെക്കണം. അതിലേക്ക് അല്പം ഒരു ചൂടുവെള്ളം കൂടെ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. അതൊന്ന് ഇതായി വരാൻ വേണ്ടി ഒന്ന് എന്ത് ചെയ്യുക, ഒന്ന് ഹീറ്റ് ചെയ്യുക. അത് എന്നിട്ട് എന്ത് ചെയ്യുക, മുളക് പൊടി ഇടുക. മുളക് പൊടി, ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, ഗരം മസാല എന്നിവ ചേർത്ത് എന്ത് ചെയ്യുക, ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. ഉപ്പും കൂടി ശ്രദ്ധിച്ചോളണം. നേരത്തെ ഉപ്പ് ഇട്ടിട്ടുണ്ട് സവാള ഇട്ട സമയത്ത്. ഇനി വേണമെങ്കിൽ ആവശ്യത്തിന് ചേർക്കുക. കറി ഏകദേശം റെഡിയായതിലേക്ക് നമുക്ക് ഞണ്ടുകളെ ഇറക്കി വയ്ക്കാം. ഹലോ സുഹൃത്തുക്കളെ, അപ്പോൾ നമ്മളുടെ കറി ഏകദേശം അല്ല മൊത്തത്തിൽ വെന്ത് കഴിഞ്ഞു. നല്ല പാകമായിട്ടുണ്ട് കറി. അത്യാവശ്യം നേരത്തെ ഞാൻ വീഡിയോയിൽ അത് തോടോട് കൂടി ഇട്ടത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ പർപ്പസിന് വേണ്ടിയിട്ടാണ്, കാണുമ്പോൾ ഉള്ളൊരു രസത്തിന് വേണ്ടി. അപ്പോൾ ആ തോട് മാറ്റിയിട്ടാണ്
എന്ത് ചെയ്യുന്നത്, റോസ്റ്റ് ചെയ്ത് എടുക്കുന്നത്. അപ്പോൾ ഗ്യാസും കാര്യങ്ങളും എല്ലാം നീക്കം ചെയ്ത് നമുക്ക് നല്ല കുക്കിംഗായി കിട്ടും. സുഹൃത്തുക്കളെ, അപ്പം നമ്മളുടെ ഞണ്ട് കറി റെഡിയായി കഴിഞ്ഞു. അതിന് ടേസ്റ്റ് നോക്കാനുള്ള സമയമാണ്. ഇതിലാണ് കുറച്ച് കഴിക്കാൻ കിട്ടുന്നത് അല്ലേ. അതിൽ ഏകദേശം വെന്ത് പോയി. ഇതിൽ ഒരൽപ്പം കഴിക്കാൻ, പക്ഷേ അല്പമല്ല, അത്യാവശ്യം ഉണ്ടാവും. ചൂട്. അപ്പോൾ നമുക്കതിൻ്റെ ആ ടേസ്റ്റ് ഒന്ന് നോക്കാം. അടിപൊളി. Neon hums like a subtle thrill. Shadows dance on the windowsill. അടിപൊളി ടേസ്റ്റ്. Concrete dreams in the കൊള്ളാം. glow